ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസമാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനക്ക് വധശിക്ഷ വിധിച്ചത്. ഈ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിധിയെ നടപ്പിലാക്കും എന്ന് സർക്കാർ പറയുകയാണ്. മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ. ആ വിഷയത്തിൽ ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണുള്ളത്. ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ വിട്ടുതരണം എന്ന് കഴിഞ്ഞ ദിവസവും ബംഗ്ലാദേശ് സർക്കാർ, ഇടക്കാല സർക്കാർ ആവശ്യപ്പെട്ടു. അതിനോട്, ഈ വിധിയോട് രണ്ട് തരത്തിലാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. ഒന്ന്, നോട്ടഡ് എന്ന രൂപത്തിൽ ഈ ഒരു വിധി വന്നു എന്നുള്ളത് ഞങ്ങൾ നോട്ട് ചെയ്യുന്നു. ബംഗ്ലാദേശ് ജനതയുടെ താല്പര്യവും അതേപോലെ തന്നെ അവരുടെ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കാൻ ഞങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നു. പക്ഷെ അവിടെ എവിടെയും ഷെയ്ഖ് ഹസീനയെ കുറിച്ച് പറയുന്നില്ല. ഹസീനയെ വിട്ടുതരണം എന്നുള്ള ബംഗ്ലാദേശിന്റെ ആവശ്യത്തോട് പ്രതികരിക്കുന്നില്ല. അതിലൊരു മൗനം പാലിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രതീക്ഷിച്ച ആ രൂപത്തിലുള്ള വലിയ പ്രതിഷേധം ഉണ്ടായില്ല എന്നുള്ളത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അവാമി ലീഗിന്റെ ശക്തി ക്ഷയിച്ചുപോയി എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. വധശിക്ഷ അല്ല, ഒരു ജീവപര്യന്തമാണെങ്കിൽ പോലും തെരുവിലിറങ്ങി വലിയ കലാപം ഉണ്ടാക്കാനുള്ള ആഹ്വാനം പാർട്ടി നടത്തിയിരുന്നു. പക്ഷേ ശക്തമായ മുൻകരുതൽ ഒരു ഭാഗത്ത് ഇടക്കാല സർക്കാർ വരുത്തുന്നു. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് അവാമി ലീഗിന്റെ നേതൃദാരിദ്ര്യം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു വലിയ പ്രതിഷേധം ഉണ്ടാകാതെ പോയത്. എന്നാൽ പോലും വരും ദിവസങ്ങൾ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അത്ര ശാന്തമായിരിക്കില്ല. അടുത്ത റമദാനിന് മുമ്പ്, അതായത് 2026 ഫെബ്രുവരിക്ക് മുമ്പ് ഈ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുമെന്നും പുതിയൊരു ജനഹിത പരിശോധന നടത്തുമെന്നുമൊക്കെ യൂണിയൻ സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിലേക്ക് എത്രത്തോളം അടുക്കാൻ സാധിക്കും, അതിനു മുമ്പ് ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള വളരെ നിർണായകമായ ചോദ്യങ്ങൾ കൂടി ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉയർന്നു വരികയാണ്.